സോ ഹേ ഗായ്സ് സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നു വെച്ചാൽ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സാഡി സിങ്ങിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ലീക്കൊക്കെ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഒരു തിയറി വന്നിട്ടുണ്ട്. ഇത് ഒറിജിനലാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ഈ ഒരു ലീക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു തിയറി വന്നത്. അതായത് ഈ ജീൻ ഗ്രേ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെന്നാണ് നമുക്ക് ഇതിന് മുമ്പ് കിട്ടിയ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലായത്. പക്ഷെ ഇപ്പോൾ പറയണത് ജീൻ ഗ്രേ അല്ല എന്നാണ് പറയണത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് അഭിനയിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ഈ മൈൻഡ് കൺട്രോൾ, ടെലപ്പതി, അങ്ങനത്തെ പവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പൈറോഗിനിസിസ്, ടെലപ്പതി ഇതെല്ലാമാണ് പവേഴ്സ്. അതോടൊപ്പം തന്നെ ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു ഫോമാണ് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു തിയറി മാത്രമാണ്. ഞാൻ ഈ തിയറി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കാം. ട്രെയിലറിൽ ഒരു ഹുംവിയുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ആത്മാവ് പോലെ തോന്നുന്നത്. സ്ത്രീ പൊസസ്ഡ് ആണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവും. ആൻഡ് ഇത് കൂടുതൽ നമ്മുടെ ടൈഫോയിഡ് മേരിയുടെ പവർ പോലെയാണ് ഇരിക്കണമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓൾറെഡി MCUവിൽ എക്സിസ്റ്റഡ് ആയിട്ടുണ്ട്. ഈ ആലിസിയു എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ് ഈ ഒരു വേഷം ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മുടെ അയൺ ഫിസ്റ്റ് സീരീസിലാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളത്. ബട്ട് എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു ക്യാരക്ടറിനെ കാസ്റ്റിംഗ് വേണമെങ്കിൽ മാറ്റാം ചാൻസ് ഉണ്ട് MCU. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എന്തോ ഒരു പരിപാടിക്ക് വെച്ചിട്ട് നമ്മുടെ മാർക്ക് റഫലോനോട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ടോം ഹോളണ്ട് സ്പൈഡർമാൻ വെനായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് അതിന് മാർക്ക് റഫലോ തന്ന മറുപടി എന്ന് പറയുന്നത് 1000% ആയിട്ട് ഒരു ഏലിയനായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഏലിയനായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ വെനാവണമെന്ന് തന്നെ ഇല്ല, വേറെ ഏലിയൻസൊക്കെ ഉണ്ട്, അവരായിട്ടാകാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി കാണാം. ഈ ഒരു മൂവിയിലാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ആൻഡ് ഡൂംസ്ഡേയുടെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നില്ല. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്, എന്നാലും ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുള്ളൂ. ആൻഡ് ആ ഒരു വീഡിയോ എല്ലാവരും കാണാം. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ആൻഡ് കീപ്പ് വാച്ചിങ്. ആൻഡ് ഈ സ്പൈഡർമാൻ ബ്രാൻഡിയുടെയും ഡൂംസ്ഡേയുടെയും അപ്ഡേറ്റ്സൊക്കെ നമ്മൾ മാക്സിമം ഇടാൻ നോക്കുന്നുണ്ട്. ആൻഡ് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ആൻഡ് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.